ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ നടൻ കൊച്ചിൻ ഹനീഫയുടെ വൈഫിൻ്റെയും മക്കളുടെയും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ 16 വർഷത്തോളം വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. ഇപ്പോഴാണ് അവരൊരു പുതിയ വീട് വെച്ചത്. അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ സംസാരിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. പ്രധാനമായിട്ടും ദിലീപിൻ്റെ കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയണം. ദിലീപിനെ ഒരു പക്ഷേ കേരളത്തിലുള്ള പകുതി ജനങ്ങൾക്കും ഇഷ്ടമല്ലായിരിക്കാം. കാര്യം ദിലീപ് ഒരു കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ചിന്തിച്ച് വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കോടതി വെറുതെ വിട്ടിട്ടും മീഡിയക്കാരായിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ ഓടി നടന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. എന്തായാലും നമുക്ക് ആദ്യം കൊച്ചിൻ ഹനീഫയുടെ പുതിയ വീട്ടിൻ്റെ വിശേഷങ്ങളൊന്നും കാണാം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ മക്കളായ സഫയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ ഹനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണൽ അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ കൊച്ചിൻ ഹനീഫ മരിച്ചതിന് ശേഷം പുള്ളിക്കാരൻ്റെ വൈഫോ അല്ലെങ്കിൽ മക്കളോ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത വേറെ ഒരു മനുഷ്യരും സോഷ്യൽ മീഡിയയിൽ വരാനോ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാനോ അത് വെച്ചിട്ട് കാശ് ഒപ്പിക്കാനോ ഇവരാരും നിന്നിട്ടില്ല. നേരെ മറിച്ച് അവരവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി അവരവരുടെ ലൈഫായിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുമായിരുന്നു. ഇപ്പം ഇതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് വേറെ കുറച്ച് ആൾക്കാരൊക്കെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്. ഞാനിപ്പം അവരാരെയും ഞാൻ പറയുന്നില്ല, അവരാരെയും വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അവരുടെ സിറ്റുവേഷൻ ഇപ്പം കറൻ്റ്ലി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഭർത്താവ് മരിച്ചു എന്നും പറഞ്ഞിട്ട് അത് തന്നെ വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വഴി കുറച്ച് നാളുകൾക്ക് മുന്നേ കാണിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളത് വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാനത് പറയാത്തത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു പരിപാടി നിർത്തിയത്. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പാഠമാണ്. ഇത്രയും നാളായിട്ട് ഇവർ ആരുടെയും കൈ നീട്ടി 1 രൂപ മേടിക്കാൻ വന്നിട്ടില്ല. അവർ കൊച്ചിൻ ഹനീഫ തന്നെ ഉണ്ടാക്കിയ ആ ഒരു പൈസയിൽ നിന്നാണ് അവരിപ്പം വീട് വെച്ചിരിക്കുന്നത്. പോരാത്തതിന് ഈ 16 വർഷത്തോളം അവരെങ്ങനെയാണ് അവർക്ക് മാസം അവർക്ക് ചിലവിന് പൈസ കിട്ടിയത് അതിനെയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ദിലീപാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ആര് മരണപ്പെട്ട് കഴിഞ്ഞാലും പുള്ളി ആദ്യമേ അവിടെയുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ പോകത്തുള്ളൂ. വീട്ടിൽ പോയി കഴിഞ്ഞാലും പുള്ളി അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അന്വേഷിക്കും. അതൊക്കെ ഒരു ഭയങ്കര ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. അതിൽ ബാക്കി കാണാം. മക്കളായ സഫയും മറവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മറവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്ന കൂടൊരുക്കി. 1 രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ ഹനീഫ് ഖായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഹനീഫ് ഖാ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ ഹനീഫ് ഖാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്.
അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. ഇപ്പോൾ CA തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ ഫിറോസ് മാളിയേക്കൽ. ഓക്കെ, ദിലീപിൻ്റെ ഇടപെടൽ കേൾക്കുന്നതിന് മുന്നേ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് പിള്ളേർ കുഞ്ഞായിരുന്ന സമയത്തെ കൊച്ചിൻ ഹനീഫ അവരുടെ പേരിൽ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടല്ലോ. അപ്പം ഇവർക്കിപ്പം 18 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ആ ഒരു പൈസ എടുക്കാൻ പറ്റിയതും ആ പൈസ എടുത്തിട്ടാണ് അവർ ഇപ്പോൾ ഈ വീടൊക്കെ പണിഞ്ഞിരിക്കുന്നത്. അത് അന്നേ ആ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. അത് മാത്രമല്ല, ഈ ഒരു വാർത്തയിൽ എടുത്തു പറയുന്നൊരു പോയിന്റ് ഉണ്ട്, 1 രൂപ പോലും ഒരു മനുഷ്യരുടെ കയ്യിൽ നിന്ന് കൈ നീട്ടി വാങ്ങിയിട്ടില്ല എന്ന്. ഈ കൊച്ചിൻ ഹനീഫ മരിക്കുന്ന സമയത്തെ ഒരുപാട് നടന്മാർ സഹായിച്ചു എന്നും, അത് മാത്രമല്ല പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് മമ്മൂട്ടിയും ദിലീപിൻ്റെ പേരായിരുന്നു കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരുമാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തതും സഹായിച്ചു എന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാര്യം ജീവിതകാലം മുഴുവനും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയണത് അത് ഒരിക്കലും ഒരു പോസിബിൾ അല്ല. 1 വട്ടം ചെയ്യും, 2 വട്ടം ചെയ്യും, 3 വട്ടം ചെയ്യും. പക്ഷേ നേരെ മറിച്ച് അതിന് പകരമായിട്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതാണ് ഇവിടെ ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇന്നോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? അതായത് ദിലീപ് അപ്രോച്ച് ചെയ്ത രീതി അങ്ങനെയായിരുന്നു. അതായത് ഹനീഫയ്ക്ക് ഒരു ഇന്നോവ കാർ ഉണ്ടായിരുന്നു. ആ ഇന്നോവ കാർ എൻ്റെ സെറ്റുകളിൽ എനിക്ക് ഓടാനായിട്ട് അനുവദിക്കണം എന്നുള്ള രീതിയിൽ പറയുകയും ആ വണ്ടി വിട്ടു ഓടിക്കുകയും അങ്ങനെ ഇവർക്ക് അതിൽ ത്രൂ മാസ വരുമാനം ഉണ്ടാക്കി കൊടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമല്ലേ ചെയ്തത്. പുള്ളിയെ പറ്റിയിട്ട് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ഈ ചെയ്തു കൊടുത്ത ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ പറ്റിയിട്ട് എല്ലാവർക്കും പല പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ഒരു കുടുംബത്തിന് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. ഇനി പുള്ളി ഇനിയിപ്പം എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കുറേ ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് മേ ബി ചൊറിച്ചിലുണ്ടാവാം. കാര്യം ഇപ്പോഴും സ്റ്റിൽ ദിലീപിനെ വെറുതെ വിട്ടിട്ട് ഇതിൻ്റെ പുറകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലായിക്കോട്ടെ, അവർ ഓടി നടക്കുവാണ് ഏത് മാർഗത്തിലും. ഇപ്പോൾ നാളെ സുപ്രീം കോടതി വരെ ദിലീപിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ അവർ വെറുതെ വിടാൻ പോകുന്നില്ല. അവരുടെ കണ്ണിൽ കുറ്റവാളിയാണ്, കള്ളനാണ് എന്നും പറഞ്ഞുകൊണ്ടേ അവർ നടക്കത്തുള്ളൂ. പക്ഷെ പുള്ളി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യർക്കും സംസാരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ സംസാരിക്കേണ്ടത്? അങ്ങനെ കുറ്റം മാത്രമല്ലല്ലോ വന്ന് പബ്ലിക്കിൽ സംസാരിക്കേണ്ടത്. ആരുടെ മുന്നിലും കൈനീട്ടാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. ആ തലയെടുപ്പ് വെണ്ണലയിലെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിലിനുമുണ്ട്. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. അതായത് കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു മനുഷ്യരുടെ മുന്നിൽ കൈ നീട്ടാനായിട്ട് താല്പര്യമില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവരും ജീവിച്ചത്. അത് വലിയൊരു കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാമായിരുന്നു ആ ഒരു സമയത്ത്, അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അവരത് ചെയ്യാനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരും പറഞ്ഞ് പൈസ പിരിക്കാനോ അതുവഴി സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടികളൊന്നും അവർ ചെയ്തിട്ടില്ല. വലിയൊരു കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഞാനിവിടെ സൈഡിൽ ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കാം. ഈ പാലുകാച്ച സമയത്ത് ദിലീപ് അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലിയോടൊപ്പം. അത് മാത്രമല്ല ഹരിശ്രീയ ഷോനും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റാണ് തോന്നുന്നത്. ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കണം. പ്രത്യേകിച്ച് ദിലീപിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ദിലീപ് ചെയ്ത നല്ലൊരു പ്രവൃത്തിയാണ്. കാര്യം പല ആൾക്കാർക്കും വിയോജിപ്പുള്ള ആൾക്കാർ വരെ വന്ന് തിരുത്തി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇനി കുറച്ച് അതായത് 1-2 ആഴ്ചയ്ക്ക് മുന്നേ ധ്യാൻ ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ദിലീപിനെ പറ്റിയിട്ട്. അത് നമുക്കൊന്ന് കാണാം. അച്ഛൻ പോയതിന് ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടി പടം
ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിനു ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, പലരും ചിലര് കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടന്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛന്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ പറയുന്നത് കേട്ടോ, അതായത് അന്ന് വന്ന് കണ്ടിട്ട് പോയവരൊന്നും പിന്നെ വരികയോ അതിനെപ്പറ്റി അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് മിക്കയിടത്തും അങ്ങനെ തന്നെയാണ്. ആ ഒരു മരണസമയത്ത് അവിടെ വരും, ഭയങ്കരമായിട്ട് വിഷമിക്കും, സങ്കടപ്പെരും, പിന്നെ അവരെങ്ങനെ ജീവിക്കുന്നു എന്നൊരു മനുഷ്യരെ ചിന്തിക്കത്തില്ല. പക്ഷേ ശ്രീനിവാസൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ദിലീപ് വിളിക്കുകയും ദിലീപ് അതിനെപ്പറ്റി ഫോളോ അപ്പ് ചെയ്യുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, ഇയാളുടെ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതിപ്പോഴും ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല. എവിടെ മരണം നടന്നു കഴിഞ്ഞാലും എന്തുണ്ടെങ്കിലും നമ്മുടെ ഈ പ്രമുഖ നടന്മാരുണ്ടല്ലോ, അവരവിടെ എത്തുന്നതിനെക്കാട്ടി മുന്നേ ദിലീപ് അവിടെ എത്തിയിരിക്കും. ഈ പറയുന്ന മെയിനായിട്ടുള്ള കുറച്ച് നടന്മാരുണ്ട്, ഇപ്പോൾ ഒരാൾ മാത്രമൊന്നുമല്ല, ഒരു കുറച്ച് അധികം നടന്മാരുണ്ട്. ഇവരൊന്നും ഇങ്ങനെയുള്ള ചടങ്ങിന് പോകുന്നതോ ഇങ്ങനെ കൂടെ നിൽക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് ഇവരെ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ദിലീപിനെ ഇതാണ്. എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിൽ ഇപ്പം അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. 3-4 തവണ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയൊന്ന് കാണണം, ചേച്ചിയും കുട്ടി ഞാൻ അങ്ങോട്ട് കാവേരിയും കുട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിനു ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും ആ കരുതലും സ്നേഹവും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ധ്യാൻ ശ്രീനിവാസൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. അപ്പം ഇതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല. ഇപ്പം ഈ 16 വർഷത്തോളം അവർക്കൊരു വരുമാന മാർഗവും പിന്നെ അവർക്കൊപ്പം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് കൊച്ചിൻ ഹനീഫയുടെ ഫാമിലിയുടെ കൂടെ. എന്തായാലും ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എടുത്തു വെച്ച് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഈ ഓരോ ആൾക്കാർ അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കാണിക്കുന്നതും പല പല കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് വിധവയായിട്ടുള്ള സ്ത്രീകൾ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കെടുത്ത് വെച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് അതിനെയൊക്കെ കാട്ടി സംസാരിക്കേണ്ട വിഷയം ദിലീപിനെ പറ്റിയിട്ടായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. പിന്നെ എന്തോ പറയേണ്ടത്, ഒരാളുടെ മോശം അവസ്ഥയിൽ പിന്നെയും നമ്മൾ ആ ഒരു ആളെ പറ്റിയിട്ട് കുത്തി പറയുന്നില്ല. ഞാൻ ആരെ പറ്റിയിട്ടായിരിക്കും ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.